സംസാരിക്കുന്നത് പോലെ ദൈവം യോഹന്നാനോട് സംസാരിക്കുക. ഈ നാഥം എന്താ എന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ഒരു കാഴ്ച, ഒരു ദർശനമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ട് ആ ഭാഗം. എന്നോട് സംസാരിച്ച നാഥം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും അതിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ കണ്ടു. നോക്കിക്കേ, അവിടെ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട ആ മഹത്വപൂർണമായ രൂപം നിങ്ങൾ നോക്കിക്കേ. മാറത്തു പൊൻകച്ച കെട്ടിയവനായി വെള്ളോട് സദൃശനായ ഒരുവനെ, ഒരു നിലയങ്കി ധരിച്ച ഒരുവനെ അവ യോഹന്നാൻ കാണുകയാണ്. നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയ ഒരു മനുഷ്യപുത്രനെ കാണുകയാണ്. നോക്കിക്കാട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വ്യത്യസ്തമായ വെളിപ്പാടുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വെളിപ്പാടാണ് മനുഷ്യപുത്രനായുള്ള യേശുവിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത്. എന്നാൽ നോക്കിക്കേ, ഇവിടെ ഒരു മനുഷ്യപുത്രനായിട്ടാണ് യേശു കർത്താവ് വെളിപ്പെടുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും മനുഷ്യപുത്രനായിട്ട് യേശു കർത്താവ് വെളിപ്പെട്ടതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി 1 തീമോഥെയോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതും മനുഷ്യപുത്രനായി തന്നെ ഇരുന്നു കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന നല്ല ഒരു മഹാപുരോഹിതനായി, ഒരു മനുഷ്യപുത്രനായി കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ട്.